أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതവും ആ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പരീക്ഷണമെന്ന രീതിയിൽ മനുഷ്യന് നൽകിയതാണ് എന്ന ബോധ്യമുള്ളവരാണ് നമ്മൾ. പരീക്ഷണമായതുകൊണ്ട് തന്നെ എപ്രകാരം ആ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കുന്നു എന്നും നാളെ മരണാനന്തര ജീവിതത്തിൽ അതിനനുസരിച്ചായിരിക്കും രക്ഷാശിക്ഷകൾ നൽകുക എന്നും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അവന്റെ സംവിധാനങ്ങളെയും വിശ്വാസത്തോടെയും അമല് സ്വാലിഹാത്തുകളിലൂടെയും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സവിശേഷമായ ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം യാദൃച്ഛികമായി വെള്ളിയാഴ്ച തന്നെയാണ് ഈ പ്രാവശ്യം വന്നത്. സ്വാഭാവികമായും ഇതൊക്കെ സ്കൂളുകളിലും സർക്കാർ കാര്യാലയങ്ങളിലുമൊക്കെ പതാക ഉയർത്തലും ദേശീയ ഗാനം ആലപിക്കലുമൊക്കെയായി ഒതുങ്ങിത്തീരുന്ന ഒരു സംഗതിയാണ്. വെള്ളിയാഴ്ച ഖുതുബകളിലും അതുപോലെയുള്ള കാര്യപ്രസക്തമായ വേദികളിലുമൊക്കെ ഇത് ചർച്ചയാവുന്നതും ആവേണ്ടതും വിശ്വാസി സമൂഹത്തിന് കൂടി ഇതിൽ ചില വിലയിരുത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന കലാലയങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ ഉണ്ടായി. ഒരുപക്ഷെ നമ്മളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളവും രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതാരെങ്കിലും നമുക്ക് ചാർത്തി തരേണ്ടതോ കൊണ്ടുവന്ന് തരേണ്ടതോ അല്ല. മുസ്ലിമായി ജീവിക്കാൻ ആരംഭിച്ച കാലം മുതൽ എവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം ജീവിച്ചിരുന്നിട്ടുണ്ടോ ആ നാടുകളിലൊക്കെയും ആ നാടിനോടുള്ള സ്നേഹവും ആ നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആ നാടിനെ കീഴടക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു വേള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്ത് പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾക്കെതിരിൽ പോരാടിയ എല്ലാ സമൂഹങ്ങളിലും ഇസ്ലാമിക സമൂഹം അവരുടേതായ പങ്ക് മുന്നിൽ നിന്ന് തന്നെ വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നതാണ്. അതാരൊക്കെ ഇല്ലാതാക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ശരി, അത് മായ്ക്കപ്പെടാൻ പറ്റാത്തവണ്ണം ചരിത്രത്തിന്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതുമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇങ്ങനെ ആവുന്നത്? ഞാൻ പറഞ്ഞു, അവരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് തന്റെ രാജ്യത്തിനോടുള്ള അന്ധമായ എന്തെങ്കിലും ഒരു വികാരത്തിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് അങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ നാളുകൾ തൊട്ട് 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള നാൾ വഴികളിലൊക്കെ മുസ്ലിം സമൂഹം
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചതിന്റെ, പിന്നാലെ പോവുകയല്ല, മുന്നിൽ നിന്ന് നയിച്ചതിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ചരിത്രം എന്ന് വിലയിരുത്താൻ വല്ലാതെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടതില്ല. വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് ലോക ചരിത്രത്തിലുടനീളം അങ്ങനെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നാടുകളുടെ, അവർ ജീവിക്കുന്ന നാടുകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത അടിമത്തത്തിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും മോചിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നയിക്കലാണ് ഇസ്ലാമിന്റെ ദർശനം എന്ന് ചരിത്രം എഴുതി ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. ഖാദിസിയ യുദ്ധത്തിന്റെ ഭാഗമായി സഅദ് ഇബ്നു അബീ വഖാസിനോട് റുസ്തം ആവശ്യപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ വരവിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പേർഷ്യ കീഴടക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ട്. ഈ വന്നതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായി നിങ്ങൾ എന്തിനു വന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ എന്റെ അടുക്കലേക്ക് അയക്കണമെന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അന്നത്തെ പേർഷ്യൻ സൈനിക നേതാവായിരുന്ന, സൈന്യത്തലവനായിരുന്ന റുസ്തം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് അയക്കുകയും ഈ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകിയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അല്ലാഹു ഇബ്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. എന്തിനാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്? രാജ്യം കീഴടക്കുക എന്നതിനപ്പുറം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇബ്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാത്രം മനുഷ്യനെ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരു ജീവിതക്രമം കൊണ്ടുവരിക. ദുനിയാവിന്റെ സങ്കുചിതത്തിൽ നിന്ന് വംശീയതയുടെയും വർഗീയതയുടെയും ചേരിതിരിവിന്റെയും വെളുപ്പിന്റെയും കറുപ്പിന്റെയും മനുഷ്യനുണ്ടാക്കി എന്തൊക്കെ അതിർവരമ്പുകളുണ്ടോ ആ അതിർവരമ്പുകളുടെ വേലിക്കെട്ടുകൾ തകർത്ത് ഇലാ സഅത്തി ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിശാലതയിലേക്ക് കൊണ്ടുവരിക. ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മതങ്ങൾ ലോകത്ത് തീർത്ത വേലിക്കെട്ടുകളിൽ നിന്ന് ശുദ്ധമായ ഫിത്രത്തിന്റെ, മനുഷ്യന്റെ ഫിത്രത്തുമായി ഇണങ്ങിച്ചേരുന്ന അള്ളാഹുവിന്റെ ജീവിതക്രമത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ നിയോഗ ലക്ഷ്യമെന്ന് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതും നമ്മൾ അതിന്റെ വക്താക്കളായി മാറുന്നതും അസ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, അടിമത്തം നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അടിമത്തം പ്രവാചകൻ ഒറ്റയടിക്ക് നിഷേധിച്ചില്ല, എന്തുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്തില്ല? ഇസ്ലാം അത് ഇല്ലായ്മ ചെയ്തു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും ആ ചരിത്ര നാടുകളിൽ നിന്ന് അടിമത്തം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതായി മാറി. ഒരു നിയമത്തിലൂടെ അല്ലാതെ തന്നെ നിങ്ങൾ നോക്ക്, ഇസ്ലാമിക ജീവിതക്രമത്തില് ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന്, വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ ആ അപാകതകൾക്കുള്ള പ്രായശ്ചിത്തത്തിൽ ഏറ്റവും ആദ്യം ഫഖ്ഖു റഖബ, ഒരടിമമോചനമായിരിക്കും. ഒരടിമയെ നിങ്ങൾ മോചിപ്പിക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായി മനസ്സുകളുടെ മാറ്റത്തിലൂടെ അടിമത്തം എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇസ്ലാം നിർത്തൽ ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ കാരണം ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെ അടിമയാക്കാൻ അള്ളാഹുവിന്റെ അടിമത്തത്തിൽ മാത്രമല്ലാതെ അടിമയാക്കാൻ അനുവാദമില്ല. ഒരു നാടിനെയും അങ്ങനെ മറ്റൊരു നാട് ആ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അങ്ങേയറ്റത്തെ പ്രയാസത്തോടു കൂടി അടിമത്തത്തിലേക്ക് നയിക്കാൻ ഒരു നാടിനെയും ഇസ്ലാം അനുവദിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു, നേരത്തെ ഞാൻ ഓതി വെച്ച സൂറത്തുൽ മാഇദയിൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി ഇത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുക. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ സാക്ഷികളായി. എവിടെ അനീതി നടക്കുന്നുവോ അതിനെതിരെ വിരൽ ചൂണ്ടുന്ന, ഉറക്കെ ശബ്ദിക്കുന്ന, അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തോടുള്ള നിങ്ങൾക്കുണ്ടാകുന്ന കോപമോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അവർ അവരോട് അനീതി ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവരോടുള്ള വിരോധം കാരണമാകാൻ പാടില്ല. യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ,
ഏതൊരു സമൂഹമാകട്ടെ, ഏതൊരു ഭരണകൂടമാകട്ടെ, ഏതൊരു സംവിധാനമാകട്ടെ നാട്ടിലുള്ളത്, നീതിയോടുകൂടി അതാണ് തഖ്വയോട് ഏറ്റവും സമീപസ്ഥമായി ഇത് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഒരുപാട് ആയത്തുകളിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന, മനുഷ്യത്തിന്റെ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമാകാൻ മുസ്ലിങ്ങളെ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകുക. ശുഹദാ ലില്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷികളായി നിങ്ങൾ ഭൂമിയിൽ നിലകൊള്ളണം. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, അത് നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണ്, നിങ്ങളുടെ ഏറ്റവും അടുത്തവർക്കെതിരാണ് നീതിയെങ്കിലും ആ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മുഴുവൻ പ്രവാചകന്മാരുടെയും നിയോഗത്തെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്തിനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിച്ചത് എന്നതിന്റെ കാരണം പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ, നിരക്ഷരനായ ഒരു പ്രവാചകൻ അനുധാവനം ചെയ്യുന്നവരാണവർ. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ആ പ്രവാചകനാകട്ടെ അവരുടെ കൈകളിലുള്ള വേദഗ്രന്ഥമായ തൗറാത്തിലും ഇൻജീലിലും അടയാളപ്പെടുത്തിയ, രേഖപ്പെടുത്തിയ പ്രവാചകനാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നു ആ പ്രവാചകൻ, തിന്മ വേണ്ട എന്നവരോട് നിരുത്സാഹപ്പെടുത്തുന്നു, അത് വിരോധിക്കുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നന്മയെ, നല്ലതിനെ, ഉത്തമമായതിനെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. മ്ലേച്ഛമായതിനെ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവസാനം പറഞ്ഞത് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അവരുടെ മുതുകുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഭാരം, അത് അസ്വാതന്ത്ര്യത്തിന്റെ, പാരതന്ത്ര്യത്തിന്റെ, സ്വാതന്ത്ര്യമില്ലായ്മയുടെ, അടിമത്വത്തിന്റെ എന്തെല്ലാം ചങ്ങലക്കെട്ടുകളുണ്ടോ അതിൽ നിന്ന് മുഴുവൻ അവരെ മോചിപ്പിക്കുകയും ആ അസ്വാതന്ത്ര്യത്തിലാൽ വലിഞ്ഞു മുറുക്കിയ മുഴുവൻ ചങ്ങലക്കെട്ടുകളെയും ഇല്ലായ്മ ചെയ്യാൻ, അതിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ് പ്രവാചകനെ നിയോഗിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ഏത് നാടാവട്ടെ, അന്യായമായി ആ നാടിനെ കീഴ്പ്പെടുത്തിയാൽ ലോക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്, മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാകും, മുസ്ലിം പണ്ഡിതന്മാർ അതിന്റെ മുൻപന്തിയിലുണ്ടാകും. അത് ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരിൽ മാത്രമല്ല, അതിനു മുമ്പ് വന്ന ഫ്രഞ്ചുകാർക്കെതിരിലും പോർച്ചുഗീസുകാർക്കെതിരിലും തുഹ്ഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്തൂമിന്റെ തുഹ്ഫ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെ, പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കണം, എന്തുകൊണ്ട് സമരത്തിൽ ഏർപ്പെടണമെന്നാണ്. ലോകം അങ്ങനെയാണ്, ലോക ചരിത്രം അങ്ങനെയാണ്. മുസ്ലിങ്ങൾ എവിടെയും നോക്കി നിൽക്കുന്നവരല്ല, അത് ഇന്നും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ നാടുകൾ കീഴ്പ്പെടുത്തിയ ഇസ്രായേൽ അക്രമികൾക്കെതിരെ എത്ര വർഷമായി ഒരു നാട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. സകലതും നഷ്ടപ്പെടുത്തി തങ്ങളുടെ മക്കളെ ഫിദിയ നൽകി, തങ്ങളുടെ കുടുംബങ്ങളെ ഫിദിയ നൽകിക്കൊണ്ട് ആ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും ഷഹീദിന്റെ കുപ്പായമണിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകാനുള്ള കാരണം ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം തന്നെയാണ്. അത് യൗമുൽ ഖിയാമത്ത് വരെ മുസ്ലിങ്ങൾ ആ സമരമുഖത്ത് എല്ലായിടത്തും ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം. അത് മറ്റെല്ലാവരും, നമ്മളൊന്നും അതിൽ പങ്കുവഹിച്ചിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പങ്കുമില്ല. ആ അടയാളങ്ങളൊക്കെ മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ വിളിച്ചു പറയുന്ന കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ നിയോഗത്തെ കുറിച്ചും ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞത്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. എന്താണ് മൂസാ നബിയുടെ നിയോഗം എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങളെ ഈ ഭൂമിയിൽ ദുർബലരായ ഈ വിഭാഗത്തെ നിങ്ങളെ നേതാക്കന്മാരും ജേതാക്കന്മാരും ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കി നാം നിശ്ചയിക്കാൻ
തീരുമാനിച്ചിരിക്കുന്നു. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിന്നും മാ കാനൂ യഹ്ദറൂൻ. ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യം നൽകാൻ നാം ഉദ്ദേശിക്കുന്നു. ഫിർഔനിന്റെയും ഹാമാനിന്റെയും അവർ രണ്ടുപേരുടെയും സൈന്യവും എന്താണോ ഭയപ്പെട്ടുകൊണ്ടിരുന്നത്, സത്യം പുലരുമെന്നതിനെ പേടിച്ചുകൊണ്ടിരുന്ന ആ സത്യം പുലർത്തി കാണിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിയോഗത്തെ കുറിച്ച് തന്നെ പറഞ്ഞത് ഇസ്രായേൽ സമൂഹത്തിന്റെ മോചനമെന്നാണ്. അൻ അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലുകളെ എന്റെ കൂടെ നീ വിടണം, അവരെ അടിച്ചമർത്താൻ നിനക്കാരും അധികാരം തന്നിട്ടില്ല. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വ്യക്തമായി പറയുന്നുണ്ട്, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നിന്റെ അടിമത്തത്തിൽ നിന്ന് നീ അവരെ മോചിപ്പിക്കണം, നിന്റെ പിടുത്തത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം, നീ അവരെ ശിക്ഷിക്കുന്നതിൽ നിന്നും നീ അവരെ അടിച്ചമർത്തുന്നതിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണം. കാരണം അവർ അള്ളാന്റെ അടിമകളാണ്, നിന്റെ അടിമകളല്ല. ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് നമ്മുടെ മുൻഗാമികൾ പങ്കെടുത്തത് ആ ഈമാനിന്റെ തിണ്ണബലത്തിലാണ്, ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇന്നും അനീതിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്, നാട്ടിലുടനീളം നമ്മൾ അനീതിക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാരെങ്കിലും നമ്മളൊക്കെ രാജ്യസ്നേഹികളാണെന്ന് പറയാൻ വേണ്ടിയോ, നമ്മളൊക്കെ ഇതിന്റെ ആളുകളാണ് എന്ന് മുദ്ര കിട്ടുന്നതിന് വേണ്ടിയോ, സ്റ്റാമ്പ് അടിച്ചു കിട്ടുന്നതിനോ വേണ്ടിയല്ല. ഇതല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് നമ്മെ പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നാം പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നതുകൊണ്ടാണത്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ മുസ്ലിം സമൂഹം അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിനപ്പുറം 1857 മുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം യഥാർത്ഥത്തിൽ നവാബ് സിറാജുദ്ദീൻ ദൗലയുടെ കീഴില് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിരുന്നു. അവിടെ നിങ്ങോട്ട് 1780-90കളിൽ മൈസൂർ രാജാക്കന്മാരായിരുന്ന ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ആ സമരം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുകയും രാജ്യത്ത് എവിടെയൊക്കെ മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ മുഴുവൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 921 നമ്മുടെ നാട്ടിലും പുറപ്പെട്ടത് കേവലം മാപ്പിളലഹളയായിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരന്റെ തന്ത്രമാണ് അങ്ങനെ എഴുതി ചേർത്തത്. അത് കൃത്യമായ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാര് നേതൃത്വം കൊടുത്ത, മമ്പുറം തങ്ങളടക്കമുള്ള പണ്ഡിതന്മാര് നേതൃത്വം കൊടുത്ത സമരമായിരുന്നു, സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മാത്രമല്ല, ബ്രിട്ടീഷ് സമരത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ, അതുപോലെ തന്നെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ, കുഞ്ഞാലിമരക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ അന്ന് പൊന്നാനിയിൽ ഇമാമായിരുന്ന സൈനുദ്ദീൻ മക്തൂമിന്റെ ആഹ്വാന പ്രകാരമായിരുന്നു. അത് നമുക്ക് കൃത്യമായി തുഹ്ഫത്തുൽ മുജാഹിദീന ഫീ ബഹരി അഖ്ബാരിൽ മുർത്തഖാലിയീൻ എന്ന് പറയുന്ന തുഹ്ഫ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇമാം സൈനുദ്ദീൻ മക്തൂമിന്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ ഇന്നും അത് ലഭ്യമാണ്. എത്രത്തോളം ഈ നാടിനോടുള്ള, ജനിച്ച നാടിനോടുള്ള വികാരം ഈമാൻ എത്രത്തോളം നിർബന്ധമാക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇതാരും നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല, ആരും നമ്മുടെ രാജ്യസ്നേഹികളെന്ന് മുദ്ര കുത്തിക്കിട്ടുന്ന വിഷയമില്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ വിശ്വാസപരമായി അങ്ങനെ നമുക്ക് പറ്റൂ. രാജ്യദ്രോഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. കാരണം ഉണ്ടാകാത്തത് നമ്മുടെ ഈമാനിനെ നിരക്കാത്തത് കൊണ്ടാണ്. ഒരു നാട് അത് ആര് ഭരിക്കട്ടെ, എങ്ങനെ ഭരിക്കട്ടെ, ആ നാടിന്റെ സംവിധാനങ്ങളെ തകർക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. മറിച്ച് സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ, നിയമം അനുശാസിക്കുന്ന വഴിയിലൂടെ അതിനെ മാറ്റിയെടുക്കുക എന്നത് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് കരണീയമായത്. അക്രമത്തിന്റെയും അനീതിയുടെയും മാർഗം എന്തിന്റെ പേരിലാണെങ്കിലും ശരി, ഒരു കാലത്തും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. പേർഷ്യയില് റോമൻ സാമ്രാജ്യം, റോമക്കാര് പരാജയപ്പെട്ട സന്ദർഭത്തിൽ സൂറത്തുർ റൂമിന്റെ 4-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, ഫീ ബിദ്ഇ സിനീന ലില്ലാഹിൽ അംറു മിൻ ഖബൽ വമിൻ ബഅദ് വയൗമയിദിൻ യഫറഹുൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ സന്തോഷിക്കുന്ന ഒരു സന്ദർഭം ഏതാനും ദിവസങ്ങൾക്ക്, ഏതാനും വർഷങ്ങൾക്ക് ശേഷം വരും. അവിടെ ഇന്ന് പരാജയപ്പെട്ടവർ നാളെ വിജയിക്കുകയും വിശ്വാസികൾക്ക് അധികാരം കിട്ടുകയും ചെയ്യുന്ന ഒരു പുലരിയെ കുറിച്ച്
ആ ദിവസം സത്യവിശ്വാസികൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പ്രവാചകന്മാർക്ക് നൽകുന്ന വാഗ്ദാനം അങ്ങനെ തന്നെയാണ്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, പ്രവാചകന്മാരോട് സത്യനിഷേധികൾ പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിന, ഈ ഭൂമിയിൽ നിന്ന് നാം നിങ്ങളെ പുറത്താക്കും. എല്ലാ പ്രവാചകന്മാരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യനിഷേധികൾ. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നമ്മുടെ മില്ലത്തിലേക്ക്, നമ്മുടെ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവർക്ക് വഹീ നൽകി, ലനുഹ്ലികന്ന അസ്സാലിമീൻ, അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, ഈ അക്രമത്തിനും ഈ പീഡനത്തിനും ശേഷം ഈ ഭൂമി നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തരും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. ആരുടെയും നുഖത്തിന് കീഴെ ജീവിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുലരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതും അതേ വാഗ്ദാനമാണ്. ഈ ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന നിങ്ങൾ സന്തോഷവാന്മാരാകുന്ന, നിങ്ങളുടെ നാടിനെ നിങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു പ്രഭാതത്തെ നിങ്ങൾ കാത്തുകൊള്ളുക എന്ന സന്തോഷ വാർത്ത ഖുർആൻ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴും പാരതന്ത്ര്യത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഭൂമിയിൽ ബാക്കി നിൽക്കുന്നു. ബുൾഡോസറുകൾ കൊണ്ട് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പാർപ്പിടങ്ങൾ നശിപ്പിക്കുന്നു, അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കുന്നു, അവരുടെ അടയാളങ്ങൾ മായ്ച്ചു കളയുന്നു, അവരെ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള അസ്വാതന്ത്ര്യത്തിലേക്ക് വിശിഷ്യ മുസ്ലിം സമൂഹത്തെ തള്ളിയിടുന്ന അതീവ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനം കടന്നു വരുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ആരാണ് എന്ന ഐഡന്റിറ്റി ഈ സമൂഹത്തോട് തീർത്തും വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കാരും രാജ്യസ്നേഹം പതിച്ചു തരേണ്ടതില്ല. നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ് എന്ന് ആരും നമുക്ക് പതിച്ചു തരേണ്ടതില്ല. അത് നമ്മൾ തന്നെ അടയാളപ്പെടുത്തിയതാണ്. നമ്മുടെ പൂർവഗാമികൾ, മുൻഗാമികൾ ചോര കൊണ്ട് അടയാളപ്പെടുത്തിയതാണ്. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നാടിനെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരിൽ, പോർച്ചുഗീസുകാർക്കെതിരിൽ, ഡച്ചുകാർക്കെതിരിൽ ഒക്കെ അടയാളപ്പെടുത്തിയതാണ്. മായ്ച്ചു കളയാൻ ബോധപൂർവം ശ്രമിക്കുമ്പോഴും നമ്മളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ ധാരാളം പരിപാടികൾ നടത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ടാമത് പറയാനുള്ളത്, ഈ നാട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ അങ്ങനെ പൊയ്ക്കോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന് ഒരു വിശ്വാസിക്ക് നേരത്തെ അസ്വാതന്ത്ര്യത്തിനെതിരെ പടപൊരുതിയ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഉറക്കെ ശബ്ദിക്കുക എന്നത്, രാജ്യത്ത് ജീവിക്കുന്ന നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ സംവിധാനം മാറ്റി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ അക്രമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ല? والبلدان الذين يقولون ربنا اخرجنا من هذه القريه الظالم اهلها, പടച്ചവനെ, അക്രമികളായ ആളുകൾ അധികാരം കൈയാളുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് നിസ്സഹായരായി വിലപിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും പതിതരായ മനുഷ്യരുമൊക്കെയുള്ള ഒരു നാട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സമാധാനത്തോടു കൂടി അന്തിയുറങ്ങാൻ കഴിയുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. വജഅൽനാ മിൻ ലദുൻക വലിയൻ വജഅൽനാ മിൻ ലദുൻക നസീറ. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഒരു രക്ഷാധികാരിയെ, ഞങ്ങൾക്കൊരു സഹായിയെ നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യര്, കോടാനുകോടി മനുഷ്യരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികമായ പിൻബലം കൊണ്ടും ആദർശത്തിന്റെ പിൻബലം കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അവര് ഇതര സംസ്ഥാനങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ അവരുടെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യര് ആ രീതിയിൽ പതിതരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആസാം അടക്കമുള്ള പ്രദേശങ്ങളിൽ അവരെ വോട്ടേഴ്സിൽ നിന്ന് ഇല്ലാതാക്കുന്നു. അവർ ഇന്ത്യയിൽ ജീവിച്ചവരാണ് തലമുറകളായി. പക്ഷേ അവരുടെ അടയാളം മായ്ച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ വീടുകൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശബ്ദിക്കലും അതിനെതിരെ നിലകൊള്ളലും സാധ്യമായ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈമാൻ ഹൃദയത്തിലുള്ള ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയുമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യം കൂടി മനസ്സിലാക്കുക. സൂറത്തുൽ ബലദിൽ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ല മനുഷ്യ, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ, നല്ല ഒരു നാവ് തന്നില്ലേ, 2 ചുണ്ട് തന്നില്ലേ, വഹദൈനാഹു നജ്ദൈൻ, വ്യക്തമായ 2 മാർഗം നിനക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ. അതുകൊണ്ട് ഫലഖ്തഹമൽ അഖബ, എന്താണ് ദുർഘടമായ മലമ്പാതകൾ നീ ചവിട്ടി കടക്കാത്തത്? ദുർഘടമായ പാതകളിലൂടെ പോകാൻ നീ ഒരുങ്ങാത്തതെന്നുകൊണ്ട്. എന്താണ് ദുർഘടമായ പാത? ഫക്കുറഖബ, അടിമയെ മോചിപ്പിക്കുക, പാരതന്ത്ര്യത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അത് ലോകത്തിന്റെ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി. പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് അന്നം നൽകുക. മണ്ണിനോടൊട്ടിയ മിസ്കീനെയും യതീമിനെയും സംരക്ഷിക്കുന്ന വിഷയത്തിൽ നീ എന്തുകൊണ്ട് മലമ്പാതകൾ ചവിട്ടിക്കയറി ദുർഘടമായ പാതകളിലൂടെ വരുന്നില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമ്മോടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസത്തിൽ ആ സ്വാതന്ത്ര്യത്തെ ഉറക്കെ വിളിച്ചു പറയുന്നതോടൊപ്പം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ശക്തികൾക്കെതിരിലും സംവിധാനങ്ങൾക്കെതിരിലും നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കലും ഇതേ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തെ, നമ്മുടെ സമൂഹങ്ങളെ, ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ അടിമകളാക്കുന്ന സംവിധാനത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു കഴിവും യോഗ്യതയും അതിനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.